എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തി പപ്പാസ് വെച്ചതാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് വലിയ മത്തി തന്നെ എടുത്ത് അത് വെട്ടി കഴുകി എടുക്കുവാണ്. എപ്പോഴും മത്തി പപ്പാസ് വെക്കാനായിട്ട് വലിയ മത്തി തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് അത് വറക്കാനായിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലോട്ട് വറക്കാനുള്ള മസാലയൊക്കെ നമുക്ക് പുരട്ടാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വറക്കാനായിട്ടുള്ള പാൻ എടുത്ത് അതിലോട്ട് എണ്ണ ഒഴിക്കാം. നമ്മൾ മീൻ വറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മസാലയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനി മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ വറക്കാൻ തുടങ്ങാം. ഒരുപാട് അങ്ങോട്ട് മുരിച്ചെടുക്കാതെ 2 സൈഡും ഒന്ന് വേവിച്ച് വെന്ത് പരുവത്തിൽ എടുത്താൽ മതി. ഒരുപാട് മുരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മീൻ വറുത്ത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ക്യാരറ്റും 1 ഉരുളൻ കിഴങ്ങും നമുക്കൊന്ന് അരിഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ക്യാരറ്റാണ് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പം റൗണ്ടിൽ കനം കുറച്ച് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. കിഴങ്ങും ഏകദേശം ഒരേ കനത്തിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വറുത്തെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ മീനുകളും നമുക്ക് പപ്പാസ് വെക്കാവുന്നതാണ്. കരിമീനായാലും വലിയ മീനുകളൊക്കെ നമുക്ക് പപ്പാസ് വെക്കാനായിട്ട് ഈ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് എല്ലാം മതിയാകും. ഇനി നമ്മൾ മപ്പാസ് വെക്കാനുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ 2 സവാള അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് ഇത്രയും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു സ്പൂണ്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് ഈ 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ 4-5 പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഇച്ചിരി ഉപ്പും, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അത് 1 സ്പൂണ് അത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലയൊക്കെ ഇടാം. അതിനായിട്ട് നമ്മൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് വിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അത് 2ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 300 ml ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 300 ml 2ാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് വേവിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം നോക്കിയിടുക. ഒരു 1/4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 300 ml വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാം.
നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മസാലയിലോട്ട് അവനെ അങ്ങ് പൊതിയാം. ചാറൊക്കെ നന്നായിട്ട് കോരി അവനെ ഒഴിച്ച് ഇതെല്ലാം നന്നായിട്ട് മുക്കിയൊക്കെ അങ്ങിട്ടിടാം. അപ്പം നമ്മുടെ മത്തിക്കുട്ടന്മാർ ചാറിലൊക്കെ മുങ്ങുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഇനിയൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 5-6 ഏലക്ക ഒന്ന് പൊട്ടിച്ചത് നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് പറയും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിനി വേവിച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഏലക്കയുടെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഇനി നമുക്ക് ഒരു 2 തക്കാളി റൗണ്ടിലരിഞ്ഞത്, കനം കുറച്ച് റൗണ്ടിലരിഞ്ഞത് ഇതുപോലെ അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിരത്തി അതിൻ്റെ മുകളിലോട്ട് നല്ല ഡിസൈനായിട്ടൊക്കെ വേണം വെച്ചോ. അപ്പം നമ്മൾ തക്കാളി അരിഞ്ഞതൊക്കെ വെക്കുവാണ്. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതിനുശേഷം തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഒരുപാട് വേകുകയും വേണ്ട, ആ ഒരു പരുവത്തിൽ നിൽക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1-ാം പാൽ നമ്മൾ 250 ml ആണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ നമ്മളപ്പോൾ ഒഴിക്കുവാണ്. 250 ml ആണ് നമ്മൾ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കിടന്ന് തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിള വന്ന ഉടനെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തവിയിട്ടൊന്നും ഇളക്കാതെ തന്നെ നമുക്ക് ഒന്ന് കറക്കി ഒന്ന് ഇളക്കാം. ക്യാരറ്റും ഉരുളൻ കിഴങ്ങും ഒക്കെ നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് കറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുണ്ടാവും. നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി മത്തി പപ്പാസ് വെച്ചത് കഴിക്കാം. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും.